ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ പ്രഭാതമായിരിക്കുന്നു. ആദ്യം തന്നെ നമ്മുടെ ഇതിൻ്റെയൊക്കെ ഫുഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഫുഡൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഫുഡ് ഉണ്ടാക്കാനുള്ള ഓർഡറൊക്കെ അങ്ങോട്ട് കൊടുക്കുവാണ്. അപ്പോൾ അതാ നമ്മൾ ഓർഡറൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മളിതാ മെയിൻ ഐറ്റം പാടം വെട്ടണം. ഇനി അവിടെ വിത്ത് വിതയ്ക്കണം. അങ്ങനെ ഞാനത് ചെയ്തു. രണ്ടാമത്തെ പാടത്തിലായി വെട്ടും ഞാൻ തന്നെ വെട്ടണ്ടേ. ഭയങ്കര കഷ്ടപ്പാടാണ് ഗൈസ്. എന്ത് കഷ്ടപ്പാടെന്ന് വെച്ചാൽ എനിക്ക് മാത്രമേ അറിയൂ, ഞാനല്ലേ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതാ കോഴിമുട്ട എടുക്കണം. ഇവിടെ നമുക്ക് 6 കോഴിമുട്ട ഇട്ടിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് ഇട്ടിയാന്ന് തോന്നുന്നു. എല്ലാ കോഴിക്കും ഫുഡും കൊടുത്തു. ഒരു കോഴി അവിടെ ക്ഷീണിച്ച് കിടക്കുന്നു. പക്ഷേ അതിന് ഫുഡ് നമ്മൾ കൊടുത്തിരിക്കുന്നു. അങ്ങനെ അത് ഹാപ്പി, നമ്മൾ ഹാപ്പി. ഇവിടെ പശുക്കൾ പാല് കൂടിപ്പോയിട്ട് കിടന്ന് കരയാണ്. അപ്പം നമ്മൾ എല്ലാത്തിനും ഫുഡൊക്കെ കൊടുത്ത് പാലും എടുത്തു ഗൈസ്. ഇനിതാ അവിടെ നമ്മുടെ പന്നികളൊക്കെ വലുതായി ബൊമ്മച്ചന്മാരെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു പശുവിൻ്റെ പാലെടുത്തില്ലായിരുന്നു, അപ്പം അതങ്ങോട്ട് എടുത്ത് കൊടുത്ത് വെച്ച്. അപ്പം ദാ നമ്മുടെ പന്നികൾ അവിടെ നിന്ന് പെടയുന്നു. കണ്ടോ ഗൈസ്, എന്തൊരു വണ്ണം. അപ്പം നമ്മളിതാ പന്നികളുടെ ഉള്ളിലുള്ള അതൊക്കെ എടുത്ത് പന്നികളെ മെലിഞ്ഞതാക്കി. കണ്ടോ, ചിരി വന്നില്ലേ ഗൈസ്? എന്നാ ചിരിക്കൂ. കണ്ടോ ഗൈസ്, പന്നികളുടെ എല്ലാ ഫുഡും തീർന്നു. ഭാഗ്യം, നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തല്ലോ ഫുഡ്. നമ്മുടെ ബേക്കറിയിൽ നമുക്ക് കുറച്ച് ബ്രെഡ് ഐറ്റംസ് ഒക്കെ കിട്ടി. പിന്നെ നമുക്ക് വേറെ സ്ഥലത്തു നിന്ന് കിട്ടി. ഇതാ ഇവിടെ നിന്ന് നമുക്ക് പോപ്കോൺ കിട്ടി. ഇവിടെ നിന്ന് നമ്മളിതാ അതൊക്കെ കിട്ടി. ഇനി നമുക്ക് പന്നീൻ്റെയും ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പം പശുവിൻ്റെയും കോഴീൻ്റെയും ഒക്കെ ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ നമ്മുടെ ഷുഗർ മില്ലിലേക്ക് കരിമ്പ് അരച്ചെടുക്കുവാണ്. അത് ആ സാധനം അവിടെയൊക്കെ പണി ചെയ്തോളും. ഇനി നമ്മൾ പോയിട്ട് പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടി അതിന് ഓർഡർ കൊടുത്ത് അതൊക്കെ അത് ചെയ്തോളും. പിന്നെ നമ്മളിതാ BBQ ഗ്രിൽസിലേക്ക് പോയി അവിടെയൊക്കെ ചെയ്തു കൊടുത്തിരിക്കുന്നു. നമ്മുടെ ബേക്കറിയിൽ ബ്രെഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയും കുക്കീസൊക്കെ ഉണ്ടാക്കാൻ ഓർഡറൊക്കെ കൊടുത്തു. പക്ഷെ കുക്കീസ് കിട്ടിയില്ല, ഉണ്ടാക്കാനൊന്നും കിട്ടിയില്ല. പക്ഷെ നമ്മൾ ചെയ്തില്ല. അപ്പോൾ ഇതാ നമ്മുടെ കോഴികൾ. ഇവിടെ കോഴിയുണ്ട് ഗൈസ്. നമുക്ക് 2 സ്ഥലത്ത് കോഴി കിട്ടി. നമ്മളിപ്പോൾ കുറച്ച് നമുക്ക് സന്തോഷമുണ്ട്. ഇത് 1 രൂപ വരാമെന്ന് വേണ്ട ഗൈസ്, അത് നമുക്ക് ലാഭമില്ല. ഇത് നമ്മൾ എന്തായാലും കൊടുക്കും. 2 ക്രീമിന് 70 രൂപ വരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളത് കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാത്തിനും ടിക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, ടിക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പാഴ്സലൊക്കെ അങ്ങോട്ട് കൊടുത്തു വിട്ടു. ആ വണ്ടി ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും ഗൈസ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ വണ്ടി വരാൻ കുറച്ച് താമസമുണ്ട്. പക്ഷെ നമ്മളുടെ വണ്ടി എത്തി. നമുക്ക് 80 രൂപ കിട്ടി ഗൈസ്. നമ്മൾ ലോട്ടറി അടിച്ചു. അപ്പം നമ്മളിത് 80 രൂപ കൈ കിട്ടിയിട്ടുണ്ട്. ഇതാ നമ്മളൊരു പോപ്കോണും കൂടി പാഴ്സൽ കൊടുത്തിട്ടുണ്ട്. വളരെ കഷ്ടപ്പാടാണ് ഗൈസ്. കഷ്ടപ്പാടിൻ്റെ കളിയാണ് ഈ ഫാമിംഗ് എന്ന് വെച്ചാൽ. നിങ്ങൾ കാണുന്ന പോലെ സിമ്പിൾ പരിപാടിയല്ല. രാവിലെയൊക്കെ എഴുന്നേൽക്കണം, എല്ലാ പണിയൊക്കെ ചെയ്യണം. ഭയങ്കര കഷ്ടപ്പാടാണ് ഗൈസ്. ഇതൊക്കെ ചെയ്യുന്ന ഞങ്ങളെ സമ്മതിക്കണം അല്ലേ. എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കർഷകർ ഫുൾ ടൈം ഇന്ന് ചെയ്യും. എനിക്ക് ഓർക്കാൻ കൂടി